സ്വാഗതം ചതുരംഗത്തിലേക്ക്. ഏറെ ഗൗരവമുള്ളൊരു വിഷയവുമാണ് ചതുരംഗം ഇത്തവണയും ചർച്ച ചെയ്യുന്നത്. കുട്ടികളിലെ സ്വഭാവ വൈകല്യം. കുട്ടികളിലെ സ്വഭാവ വൈകല്യം എന്ന് പറയുമ്പോൾ മുൻകാലങ്ങളിലേതുപോലെയല്ല, ഏറെ അക്രമ സ്വഭാവമുള്ളതായി മാറുന്ന, സഹജീവി സ്നേഹമില്ലാത്ത പ്രത്യേക രീതിയിലേക്ക് കുട്ടികൾ മാറുമ്പോൾ ആ വിഷയം ചർച്ച ചെയ്യുന്നത് ഏതൊരു വിധത്തിലും ഉചിതമായിരിക്കുമെന്ന് TCV കരുതുന്നു. ഈ വിഷയത്തിൽ നമ്മളോട് ചർച്ചയിൽ പങ്കെടുക്കാൻ ഏറെ യോഗ്യരായ 3 വ്യക്തികൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ശ്രീ ഷാജു പുതൂർ, പ്രശസ്ത സാഹിത്യകാരൻ പുതൂർ ഉണ്ണികൃഷ്ണൻ്റെ മകനാണ്. അവണൂർ ശാന്ത സ്കൂളിൽ നിന്നാണ് പ്രിൻസിപ്പളായി അദ്ദേഹം വിരമിച്ചത്. മികച്ച അധ്യാപകനുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി സ്മിത സതീഷ്, കുട്ടികളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങളിൽ ഏറെ വർഷങ്ങളായി സജീവമായി രംഗത്തുള്ള സ്മിത സതീഷ് ഇതുമായി ബന്ധപ്പെട്ട ഏറെ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. സംസ്ഥാന ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗം കൂടിയായിരുന്നു സ്മിത സതീഷ്. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ സുബ്രതകുമാർ, പോലീസിൽ നിന്ന് 30 വർഷത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് SI റാങ്കിൽ നിന്ന് വിരമിച്ചത്. കുട്ടികളുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് കുട്ടികളിലെ ലഹരി കേസുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിഷയങ്ങളിൽ, സംസ്ഥാനത്ത് തന്നെ പ്രമാദമായ നിരവധി കേസുകളിൽ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ, അല്ലെങ്കിൽ ആ സംഘത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ്. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശ്രീ സുബ്രതകുമാറിനെ. ആദ്യം ഷാജു മാഷിൽ നിന്ന് തുടങ്ങാം. ഏറെ കാലത്തെ അധ്യാപന പരിചയമുണ്ട്. കാലം ഇങ്ങോട്ട് മാറുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം അനിയനെ അല്ലെങ്കിൽ സ്വന്തം കുടുംബാംഗങ്ങളെ അതിക്രൂരമായി കൊലപ്പെടുത്താൻ മടിക്കാത്ത, എന്നാൽ അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് സമൂഹത്തിനോ കുടുംബത്തിനോ തിരിച്ചറിയാൻ കഴിയാത്ത, അതുവരെ യാതൊരു വിഭ്രാന്തിയോ മാനസിക രോഗലക്ഷണങ്ങളോ കാണിക്കാത്ത കുട്ടികൾ പെട്ടെന്നൊരു ദിവസം അക്രമകാരികളായി മാറുന്നു. മുൻകാലങ്ങളിൽ അമേരിക്കയിൽ നിന്നും അതുപോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ആലോചിച്ചിരുന്ന നമ്മൾക്ക് ഇത്തരം വാർത്തകൾ സുപരിചിതമായിരിക്കുന്നു. എങ്ങനെയാണ് മാഷേനെ കാണുന്നത്? മുമ്പ് ഇല്ലാതിരുന്ന ഒരു രീതിയിലാണ് ഇന്ന് കുട്ടികളിലെ ഈ സ്വഭാവ വൈകല്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് കുട്ടികളിൽ കാണുന്നതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ സമൂഹത്തിന് തന്നെ ചില വ്യത്യസ്തമായ തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് തന്നെയാണ് കുട്ടികൾ കാണുന്നത്. ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ്. അപ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന അപാകതകളും വൈകല്യങ്ങളും ഈ ക്ലാസ് റൂമിലും കുട്ടികളിലും ഉണ്ടാവും. എല്ലാ കുട്ടികളും ഒന്നും അടച്ചാക്ഷേപിക്കുന്നില്ല. ഭൂരിഭാഗം കുട്ടികളും ഒരു തെറ്റായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് ഇപ്പം നമ്മുടെ മുന്നിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ. മാത്രമല്ല, റാഗിങ്ങുകൾ, തൻ്റെ സഹപാഠിയെ കൊണ്ടുപോയി പീഡിപ്പിക്കൽ, ഇത്തരത്തിലുള്ള പ്രവണതകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും ചില തെറ്റായ സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. 2008 സ്മാർട്ട് ഫോൺ വ്യാപകമാകുന്നത്. ഈ സ്മാർട്ട് ഫോണുമായി ബന്ധപ്പെട്ട ഒരു തലമുറയാണ്, കൗമാരക്കാരാണ് ഇപ്പോൾ നമ്മളുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ലോകവിജ്ഞാനം മുഴുവൻ നമ്മളുടെ വിരൽത്തുമ്പിൽ കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഈ സ്മാർട്ട് ഫോണിൻ്റെ പരിമിതികൾ മനസ്സിലാക്കാതെ തന്നെ പല ദുരന്തങ്ങളിലേക്കും കുട്ടികൾ കടന്നു പോകുന്നുണ്ട്. ഇത്തരം ആധുനിക സാങ്കേതിക വിദ്യകൾക്ക് അടിമപ്പെടുന്നുണ്ട്. അതിൻ്റെയെല്ലാം ദുരന്ത ഫലങ്ങളാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അവർക്ക് സമൂഹത്തിനോട് പലപ്പോഴും ഒരു വാശിയാണ് കാണുന്നത്. സമൂഹത്തിനോട് സ്നേഹം, മാതാപിതാക്കളോടുള്ള ഒരു ആത്മബന്ധം, അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെല്ലാം പുനരുജ്ജീവിപ്പിക്കുന്ന തരത്തിൽ ഒരു സമീപനം നമ്മൾ വളർത്തിയെടുത്തേ മതിയാകൂ എന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വിശദമായ ചർച്ചകളിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം അത്രയേറെ വിഷയങ്ങളുണ്ട് കുട്ടികൾക്കിടയിൽ. മുൻകാലങ്ങളിൽ ഹൈപ്പർ ആക്റ്റീവ് കുട്ടികൾ എന്നെല്ലാം പറയുന്നത് വളരെ അപൂർവമായിരുന്ന, അങ്ങനെയുള്ള ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ കൂടുതൽ ഉപയോഗമാണോ എന്നറിയില്ല, കൂടുതലായി അത്തരം കുട്ടികൾ മാറുന്നു. അപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ സഹജീവി സ്നേഹം ഒട്ടുമില്ലാത്ത രീതിയിലുള്ള, എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? ഇപ്പോഴത്തെ കുട്ടികൾ മുമ്പത്തെ കുട്ടികളെന്ന് പറയുമ്പോൾ കുറച്ച് നമുക്ക് സൗകര്യങ്ങളിലേക്ക് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എമ്പതി എന്ന് പറയുന്ന ഒരു കാര്യമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. എമ്പതറ്റിക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ വിഷമം മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ടാവുക.
അതിപ്പോഴത്തെ കുട്ടികൾക്ക് വളരെയധികം കുറവാണ്. എനിക്ക് എൻ്റെ സന്തോഷം, എൻ്റെ കാര്യം, ഞാൻ ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഞാനൊരാളുടെ മുമ്പിൽ ഹീറോ ആവുന്നു, മറ്റൊരാൾക്ക് വേദനിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് അവർ ഒട്ടും ബോധേഡല്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു വീടുകളിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങണം. കാരണം പാരൻറ്റിങ്ങിൻ്റെ ഒരു സ്റ്റൈലിൽ തന്നെ വളരെ, നമ്മൾ പറയും ഒരു 10 വയസ്സുള്ള ആ കാലഘട്ടത്തിൽ ആരും ശ്രദ്ധിക്കുന്നില്ല. ആ 10 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ നടത്തുന്നുണ്ട്. നമ്മൾ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ പോയി വരുമ്പോൾ അഡോളസൻ്റ് ഏജിലേക്ക് വരും. ആദ്യത്തെ തന്നെ പ്രശ്നങ്ങൾ വീടുകളിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. ചുറ്റും കാണുന്ന ഫോണെന്ന് നമ്മൾ പറയുന്ന സമയത്ത് ഈ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചിട്ട് ആരും പഠിപ്പിക്കുന്നില്ല. അതിൻ്റെ ഒരു മര്യാദകളുണ്ട്, എങ്ങനെ സോഷ്യൽ മീഡിയയിൽ പെരുമാറണം, അതൊക്കെ ഉപയോഗിക്കാൻ അറിയാം. എൻ്റെ കുട്ടി നന്നായിട്ട് ഫോൺ ഉപയോഗിക്കും, എൻ്റെ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ അതിനെക്കുറിച്ച് ആ ഒരു നിയമങ്ങളും നിയമരീതികളും ഉണ്ട് എന്നതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ അത് എങ്ങനെ ഉപയോഗിക്കണം, അതുകൊണ്ടുണ്ടാവുന്ന അനന്തരഫലങ്ങളുണ്ടല്ലോ, ഒരു കാര്യം പ്രശ്നങ്ങളുണ്ടാവും, അതുകൊണ്ട് എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നതിനെക്കുറിച്ചിട്ട് അവർ ബോധേഡല്ല. അതാണ് ഒരു മെയിൻ പ്രശ്നം. പിന്നെ സ്വഭാവ രൂപീകരണം, പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഈ കോണ്ടക്ട് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ തിരിച്ചറിഞ്ഞാലും ഈ അടുത്ത് പോലൊരു കേസ് വന്നതിൽ കുട്ടികൾ ഉപദ്രവിക്കണു എന്നൊക്കെ പറയുമ്പോഴും അതൊക്കെ ഈ ചെറുപ്രായത്തിലുള്ളതല്ലേ, അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മാറിക്കോളും. അങ്ങനെയല്ല, ചില സ്വഭാവ വൈകല്യങ്ങൾ, നമ്മൾ ബിഹേവിയർ ഇഷ്യൂസ് ചെറുപ്പത്തിൽ തന്നെ കാണിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആ രീതിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വലിയ അപകടത്തിൽ പെടാതെ അവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ മൃഗങ്ങളെ എടുത്ത് ഉപദ്രവിക്കുക, അതേമാതിരി കുട്ടികളെ സഹപാഠികളെ ഉപദ്രവിക്കുന്നുണ്ടാവാം. വീട്ടിൽ തന്നെ വളരെ മോശമായിട്ട് കരയുക, വികൃതിയൊക്കെ എല്ലാവരും ഉണ്ടാവുമെങ്കിലും ഈ പോണ വഴിക്കെല്ലാം പിടിച്ചു വലിച്ച് താഴ്ത്തിടുക, അത് വളരെ ചെറുപ്പത്തിൽ തന്നെ കാണിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ചെറുതാവുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കുമ്പോഴും എല്ലാവരും പറയും അതൊന്നും കുഴപ്പമില്ല, നിനക്ക് എന്താ പ്രശ്നം. ഈ പാരൻസ് തമ്മിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒത്തൊരുമയോടുകൂടി സംസാരിക്കുന്നത് കാണാറില്ല. കഴിഞ്ഞ ദിവസത്തെ ഒരു കാര്യത്തിലും അങ്ങനെയാണ് ഉണ്ടായത്. കാരണം സപ്പോർട്ട് കൊടുക്കുന്നില്ല. ഇതിനൊക്കെ എന്തിനാ നമ്മളൊരാളെ കാണിക്കേണ്ട ആവശ്യം. അപ്പോൾ ചില കുട്ടികൾക്ക് ഇങ്ങനത്തെ സ്വഭാവ വൈകല്യങ്ങൾ ചെറുപ്പത്തിൽ തന്നെ കാണിച്ചു തുടങ്ങുമ്പോഴും അത് നമുക്കതിനു വേണ്ടി നോക്കാം. ചിലത് ഈ കൂട്ടുകെട്ട് സമൂഹത്തിൻ്റെ ഇതിലേക്ക്. പക്ഷെ അത് എങ്ങനെയാണ് എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം പെട്ടെന്ന് തന്നെ ഇമോഷണലി വീക്കായ കുട്ടികൾ തന്നെയാണ് ഇങ്ങനത്തെ പ്രശ്നത്തിലേക്ക് എത്തുന്നത്. ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു പാരൻറ്റിങ് സിസ്റ്റവും നമ്മുടെ ഒരു സൊസൈറ്റിയും കൂടി ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് അവരെ കൊണ്ടുവരാൻ പറ്റും ഈ ഒരു കാര്യത്തിൽ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളേറെ വ്യത്യസ്തമായിരിക്കും. പ്രത്യേകിച്ച് ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടേറെ വർഷക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. വീട്ടുകാർക്കോ അധ്യാപകർക്കോ അറിയാത്ത രീതിയിൽ ചിലപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും പല കുട്ടികളെയും അവർ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് കരുതുന്ന കുട്ടികൾ പോലും ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ലഹരി മാത്രമാണോ ഇതിൻ്റെ ഒരു ഭാഗമാവുന്നത്? കുട്ടികളിലെ ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് ഒരു പോലീസുകാരനായിട്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ലഹരിയുമായി ബന്ധപ്പെടുത്തി സംസാരിക്കേണ്ടി വരും. ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ള ക്രൈമുകൾ നോക്കുക, അതിഭീകരമായിട്ടുള്ളൊരു ഇൻറ്റൻസിറ്റിയാണ് ഇതിൽ കാണുന്നത് കുട്ടികളിൽ. ഒരു ഉദാഹരണത്തിന് പോവാം, ഒരു 3 പേര് ഇരിക്കണമെന്ന് വിചാരിക്കുക, ഒരു 3 പയ്യന്മാർ ഇരിക്കണമെന്ന് വിചാരിക്കുക. ഒരു പയ്യൻ നോർമലി ഒരു കുഴപ്പമില്ലാത്തൊരു പയ്യൻ ഇരിക്കണം, തൊട്ടപ്പുറത്ത് വേറൊരു പയ്യൻ കുറച്ച് ബോൾഡായിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു പയ്യൻ എന്ന് വെച്ചാൽ ബോൾഡായിട്ടൊരു പയ്യൻ ഇരിക്കണം. മറ്റത് ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പയ്യനാണ്. ഇപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, ആദ്യത്തെ പയ്യനോട് ചോദിക്കുകയാണ് എന്തെവിടെ ഇരിക്കണം, ഈ ആ സമയത്ത് എന്തെവിടെ ഇരിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ സോറി ചേട്ടാ ഞാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എന്ന് പറഞ്ഞ് ഒന്ന് ഒഴിഞ്ഞു മാറി അവിടെ നിന്ന് സ്കൾപ്പായി പോകാൻ നോക്കും. രണ്ടാമത്തെ ആളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ആൾ പറയും ഇവിടെ ഇരുന്നപ്പോൾ എന്താ ചേട്ടന് വേറെ വല്ല ബുദ്ധിമുട്ടുണ്ടോ, ഇവിടെ ഇരുന്നപ്പോൾ എന്താ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പോവാം എന്നുള്ള രീതിയിലായിരിക്കും. ലഹരി ഉപയോഗിച്ച ആളോട് ചോദിച്ചു നോക്കിയാൽ അദ്ദേഹം പറയാ പിന്നെ അവിടെ നിന്ന് തട്ടി കയറലായി, എന്താ ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിൽ ഓപ്പണായിട്ടുള്ള രീതിയിൽ ആർഗ്യൂ ചെയ്ത് അവസാനം കത്തിയെടുത്ത് ആ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകേണ്ടി വരും. അത് വെറുതെ പറയല്ലോ, ഇവിടുന്ന് ഏകദേശം മീറ്ററുകളെ അപ്പുറം ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു കൊലപാതകം നടന്നു. അത് വൈകിട്ട് 7 സമയത്ത് ഇരിക്കുമ്പോൾ അവരിരിക്കണ കണ്ടിട്ട് വേറൊരു ഒരാൾ വന്നിട്ട് ചോദിച്ചാണ് എന്താ വിട്ടിരിക്കണേ, ചോദിച്ചോളോ, ചോദിച്ചത് ഓർമ്മയുള്ളൂ. എനിക്ക് തോന്നുന്നത് 14-15 വയസ്സായിട്ടുള്ള പയ്യനാണ് കത്തിയെടുത്ത് കൊല നടത്തി എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വൈകല്യം തന്നെയാണത്. അതായത് ഡ്രഗ്സ് ഉപയോഗിച്ച് കൊണ്ട് ഉള്ളൊരു വൈകല്യം തന്നെയാണ് അത്. മൊത്തത്തിൽ ഇപ്പോൾ എൻ്റെ 30 വർഷം സർവീസിൽ അന്നൊന്നും ഇത് കണ്ടിരുന്നില്ല. കാരണം അന്ന് കണ്ടില്ല മീൻസ് അന്നൊന്നും ലഹരിയുടെ ഉപയോഗം ഇത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. ലഹരിയുടെ ഉപയോഗം കൂടുന്നതനുസരിച്ച് ആ ഒരു ഇൻറ്റൻസിറ്റി ആളുടെ ഒരു പ്രവർത്തനത്തിലുള്ള ഇതൊക്കെ മാറി വരികയാണ്. അതൊരു ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണത്. അതുമാത്രമല്ല, ഇപ്പോൾ സമീപ നാളുകളിൽ ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ അനുകരിക്കുന്ന രീതിയിലേക്ക്
കുട്ടികൾ, അതും ഒരു ഹീറോ പരിവേഷത്തിൽ അനുകരിക്കുന്ന രീതിയിലേക്ക് തേക്കിൻകാട് മൈതാനിയിൽ കേക്ക് വെച്ച് ഒരു ഗുണ്ടാ നേതാവിൻ്റെ പിറന്നാൾ വാളുകൊണ്ട് മുറിക്കാൻ വേണ്ടി ആഘോഷിച്ച് പോലീസ് എത്തിയാണ് അത് കണ്ടെത്തി പിരിച്ചുവിട്ടത്. അതും അതിലെ നോക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 19ഓളം പേരുണ്ടായിരുന്നുണ്ട്. അതിൽ മോസ്റ്റ് ഓഫ് കുറേ പേരെ പിടിച്ച് ചോദ്യം ചെയ്തതിൽ അവരൊക്കെ ലഹരി ഉപയോഗിക്കുന്നവരാണ്. ആ ലഹരി ഉപയോഗിക്കുന്നവർ തന്നെയാണ് ആ ഒരു ഹീറോ വർഷിപ്പായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നത്. അതിലെ പ്രധാന പ്രതിയും ഈ പറഞ്ഞ പോലെ പല ലഹരി കേസിലും ഉൾപ്പെട്ടിട്ടുള്ള കക്ഷിയാണ്. അപ്പോൾ ആ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു വേറെ ലോകത്തിലൂടെയാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വിട്ടിട്ട് വിഭിന്നമായിട്ട് ഒരു എക്സ്ട്രീം ലെവല്, അതിൻ്റെ അപ്പുറം വേറെ ഇല്ല. ഇപ്പോൾ കൊലപാതകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം വേറെ ഉണ്ടോ? ആ ഒരു ലെവലിലേക്കാണ് ഇതിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെയാണത്. നേരത്തെ പറഞ്ഞ കണക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ പല പോലീസ് ഉദ്യോഗസ്ഥരും തൃശ്ശൂർ നഗര മധ്യത്തിൽ പോലും പല അനാശാസ്യമായ രീതിയിൽ അല്ലെങ്കിൽ കാണപ്പെടാത്ത രീതിയിൽ ആ സമയത്ത് ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ ചോദിക്കാൻ മടിക്കുകയാണ് എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത്. കാരണം അത് അവരിലേക്ക് തിരിഞ്ഞു വരുന്ന ഒരു ചോദ്യമായി മാറുന്നു. അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ പോലും വീട്ടിലേക്ക് ഫോൺ ചെയ്ത്, മുമ്പൊക്കെ അങ്ങനെയാണ്, അങ്ങനെ പ്രായപൂർത്തിയാവാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ വീട്ടിലേക്ക് വിളിച്ച് പറയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയുമ്പോൾ അവർ വന്ന് കൊണ്ടുപോവുകയാണ്. അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് പോലീസുകാരോട് ചോദിക്കുന്ന രീതിയിലേക്ക് വരെ മാറിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ചോദിക്കാൻ പോലീസിന് വരെ മടി തോന്നുന്നൊരു സാഹചര്യം. പോലീസ് സ്വാഭാവികമായിട്ടും ഡ്യൂട്ടി പോലീസ് എന്തായാലും ചോദിക്കും. ഇപ്പോൾ നമ്മളിവിടെ കണ്ടുവരുന്നത്, ഇപ്പോൾ എനിക്ക് തന്നെ പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പാർക്കിലൊക്കെ വന്നിട്ട് ഓരോ സൈഡിലിരിക്കുമ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടൊരു നമ്മൾ മഫ്റ്റിയിലായിരിക്കും ചെല്ലുക, യൂണിഫോമിലാണെങ്കിലും ഈ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്, എന്താ ഇവിടെ ഞങ്ങൾ ഇരുന്നാൽ ഉള്ള ചോദ്യം, ഞങ്ങൾ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. എന്തെങ്കിലും പിടിക്കപ്പെട്ടാൽ അത് ഓക്കെ. പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സാധാരണക്കാരൻ ചോദിച്ചാൽ ഉണ്ടാവുന്നൊരവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞത്, ആ ഒരു കൊലപാതകം നടത്തുന്നത്. പക്ഷേ പോലീസിൻ്റെ മെക്കിട്ട് കയറ്റം മുമ്പത്തെ അപേക്ഷിച്ച് കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പോലീസ് ഒഴിഞ്ഞു മാറുക എന്നുള്ളൊരു രീതി പോലീസിൽ അല്ല, അങ്ങനെയല്ല. പോലീസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്കാണ് ഈ തലമുറ മാറുന്നത്. മുമ്പൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു, ശരി മാറാം പോവാം എന്നുള്ളത്. മുമ്പൊന്നും അങ്ങനെ ഒരു വെല്ലുവിളി രൂപത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 98 മുതൽ ഞാൻ സ്ക്വാഡിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു കക്ഷിയാണ്. അന്നൊന്നും ഇങ്ങോട്ട് വെല്ലുവിളിക്കുന്നൊരു രീതിയിൽ ഇല്ല. പിന്നെ കള്ളുപിടിച്ച് ആ ഒരു സമയത്തെ ഒരു ഭാഗത്തെ ഒരു ഇത് മാത്രം, അത് വിട്ടിട്ട് ഒരു ലഹരിയുടെ ഇപ്പോൾ നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത് ലഹരി ഉപയോഗിക്കുന്നവരാണ്. അത് ആ സമയത്തും ഉപയോഗിക്കാതിരിക്കുന്ന സമയത്തും, രണ്ട് സമയത്തും അവരുടെ സ്വഭാവം അതൊരു വൈകല്യം തന്നെയാണ്. ആ രണ്ട് സമയത്തും പോലീസിനെ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. പോലീസ് അതനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നടപടി കാര്യങ്ങളും ചെയ്യലും ഉണ്ട്. പക്ഷെ അത് മറ്റുള്ളവരൊക്കെ ചോദിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ ഏത് രീതിയിലായിരിക്കണം എന്നുള്ള അറിയില്ലല്ലോ, ഉപയോഗിച്ചിട്ടായിരിക്കണം എന്ന് അറിയില്ലല്ലോ. ശ്രീ ഷാജു പുതുവിലേക്ക് വരാം. പോലീസിനെ ഭയമില്ലാത്ത പോലെ തന്നെ അധ്യാപകരെ അത്രയും ഭയമില്ലാത്തൊരു കാലത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ അധ്യാപകർ മറിച്ച് വിദ്യാർത്ഥികളെ ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്ന സമീപകാലത്ത് ഒട്ടേറെ വിഷയങ്ങളറിയാം. പണ്ടൊക്കെ ഒരു ചോറിലുണ്ടെങ്കിൽ ചിലപ്പോൾ തല്ലുകയുണ്ടാവില്ല, കുട്ടികളുമായി ഒരു ആത്മബന്ധം ഉണ്ടായിരിക്കും, ആ അധ്യാപകനൊരു ബഹുമാനം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് 80കളിലെയും 90കളിലൊക്കെ ആ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘം നടക്കുമ്പോൾ അവർ ആ അധ്യാപകർ അത്രയേറെ ബഹുമാനിച്ച് കൊണ്ടുവന്ന് പൊന്നാടി. ഇനിയൊക്കെ ഉള്ള തലമുറയ്ക്ക് അങ്ങനെ കിട്ടുമെന്ന് അറിയില്ല. മാഷ് എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും പണ്ടത്തെ കാലത്ത് അധ്യാപകനെ റോൾ മോഡലായിട്ടായിരുന്നു വിദ്യാർത്ഥികൾ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ അതിലൊരുപാട് മാറ്റങ്ങൾ വന്നിരുന്നു. അപ്പോൾ സമീപകാലത്ത് തന്നെ മൊബൈൽ ഫോൺ വാങ്ങി വെച്ച വിദ്യാർത്ഥി അവിടുത്തെ സ്കൂളിലെ പ്രിൻസിപ്പലിനോട് വന്നിട്ട് ആവശ്യപ്പെടുന്നത്, എൻ്റെ മൊബൈൽ തന്നില്ലെങ്കിൽ ഞാൻ ശരിയാക്കി കളയുമെന്ന് പറയുന്ന ആ ഒരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ ആകെ വളരെ വൈറലായി വ്യാപിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അവരുടെ ഒരു സമീപനത്തിൽ വളരെയധികം വ്യത്യാസം വന്നിരുന്നു. ആദ്യം വടിയെടുത്ത് ഉപയോഗിച്ചിരുന്നു, പിന്നെ വടിയെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് വടി ആവശ്യമെങ്കിൽ എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു അധികാരം കൊടുക്കണമെന്നാണ് പറയുന്നത്. അധ്യാപകർ പോലും പല സമയങ്ങളിലും ശാസിച്ചതിൻ്റെ പേരിലും മറ്റും ശിക്ഷിച്ചതിൻ്റെ പേരിലും കോടതിയിലും പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങേണ്ട വലിയൊരു ദുരന്ത സാഹചര്യം ഞാൻ എൻ്റെ സഹപ്രവർത്തകർക്ക് പലർക്കും അനുഭവപ്പെട്ടതായിട്ട് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ അധ്യാപകർ ഇപ്പോൾ പഴയ പോലെ അധ്യാപക കേന്ദ്രീകൃതമല്ല വിദ്യാഭ്യാസം. കുട്ടികൾ ഒരുമിച്ച് ഇരുന്നുകൊണ്ടാണ് വിദ്യാഭ്യാസം നടക്കുന്നത്. അധ്യാപക കേന്ദ്രീകൃതമായിട്ടുള്ള രീതിയിൽ നിന്ന് മാറി വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണ്. അപ്പോൾ തന്നെ സമീപനത്തിൽ മാറ്റം വന്നു. എനിക്ക് തോന്നുന്നു മറ്റുള്ള രാജ്യങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു സമീപനമാണ് നമ്മളുടെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. അതിൻ്റെ വലിയൊരു വൈകല്യം നമ്മുടെ മുന്നിൽ കാണാൻ കഴിയും. എന്നും
അധ്യാപകർ മാത്രം എന്ന് പറയുന്നില്ല, വിദ്യാർത്ഥികളും വേണം. പക്ഷെ അത് അമിത സ്വാതന്ത്ര്യത്തിൻ്റെയും അമിത അവകാശബോധത്തിൻ്റെയും പാതയിലേക്ക് പോയപ്പോഴുണ്ടായ വലിയൊരു ദുരന്തമാണ് കാണുന്നത്. ഒരു പരിധിവരെ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് കുട്ടികളെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. പക്ഷെ വീടുകളിൽ പഴയ കാലത്തെ പോലെയല്ല. അച്ഛനും അമ്മയും ജോലിക്കാരാണ്, അവർ ജോലിക്ക് പോകുന്നു. കുട്ടികളെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം അവർക്ക് കുറവാണ്. അവർ വൈകുന്നേരം എത്തുന്നു. കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് കൊടുക്കുന്ന മാതാപിതാക്കൾ, അങ്ങനെയുള്ള കുട്ടികളെയാണ് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത്. അപ്പോൾ സ്കൂളുകളിലാണ് പിന്നീട് അവരെ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. പക്ഷെ അവിടെയും പരിമിതികൾ വരുന്നു. പൊതുവെ കുട്ടികളിൽ ഒരു തെറ്റായ പ്രവണത ഒരു കുട്ടിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ആ കുട്ടി തൊട്ടടുത്ത സഹപാഠിയിലേക്ക് പകരുന്നു, അവൻ്റെ തൊട്ടടുത്ത സഹപാഠിയിലേക്ക് പകരുന്നു. അങ്ങനെ ഒരു ഗ്യാങ് ആയി മാറുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ സ്കൂളിൽ ഞാൻ പ്രിൻസിപ്പലായിരിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി വളരെ അധികം മുടി നീട്ടി വന്നപ്പോൾ ഞാൻ ആ മുടി വെട്ടണമെന്ന വിദ്യാർത്ഥിയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ വെട്ടില്ല, ഇത് പിറന്നാൾ മാസമാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പിറന്നാൾ മാസത്തിന് നമ്മുടെ സംസ്കാരത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതുകൊണ്ട് ഒഴിവാക്കി വിടും. പിന്നെയും ആ മുടി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഞാൻ പറഞ്ഞു, മാതാപിതാക്കൾ ആരെങ്കിലും കൊണ്ടുവന്നാലേ ഇനി ക്ലാസ്സിലിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മയുമായി വന്നു. അമ്മ പറഞ്ഞത് എന്നോട്, മാഷുടെ പോലെ എൻ്റെ മോൻ്റെ മുടി വെട്ടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പോലെ ചെറുതാക്കി വെട്ടണ്ട, പക്ഷേ എങ്കിലും ഒരു സാമാന്യ യുക്തിക്ക് നിരക്കുന്ന രീതിയിൽ മുടി വെട്ടണം. ഒരു പൊതുസമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് ഈ ക്ലാസ്സിലിരിക്കുന്നത്. എല്ലാവരുടെയും താല്പര്യങ്ങൾ, എല്ലാവർക്കും ഒരു പൊതുനീതി എന്ന് പറയുന്ന സമീപനം കൈക്കൊള്ളണം എന്ന് പറഞ്ഞു. പക്ഷേ ആ അമ്മ അതിനനുവദിച്ചില്ല എന്ന് പറയുന്ന വലിയൊരു യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞു. മറ്റൊരിക്കൽ ഇതുപോലെ തന്നെ നഗരത്തിലൊരു സുഹൃത്തായിട്ടുള്ള പ്രിൻസിപ്പലിനുണ്ടായൊരു അനുഭവമാണ്. ആ പ്രിൻസിപ്പലിൻ്റെ മുന്നിൽ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി യൂണിഫോമിൽ നഗരത്തിലൂടെ കൈപിടിച്ച് ചൂളിൽ കൈയിട്ട് നടക്കുന്ന ഇത് കണ്ടു. അപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇത് നമ്മുടെ സ്കൂളിന് മോശമാണ്, ഈ രീതിയിൽ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൺകുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ യൂണിഫോം ഒരു മാഷയിൽ തരാം, അത് മതിയോ എന്നാണ് വിദ്യാർത്ഥി ചോദിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തെറ്റായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അവർക്ക് റോൾ മോഡലാകാവുന്നത് അവരെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ദൃശ്യമാധ്യമങ്ങളാണ്. ദൃശ്യമാധ്യമങ്ങളായിട്ടുള്ള സിനിമയിൽ തന്നെ, സിനിമയിലെ ഓരോരോ രംഗങ്ങൾ, സിനിമയിലെ ഗ്യാങ്ങുകൾ, സിനിമയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഗ്യാങ്ങിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പണം, ആ രീതിയിലുള്ള സംഭവങ്ങളാണ് അവരുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സ്വാധീനം വളരെ കാര്യമായിട്ട് അവരിലുണ്ട്. പലപ്പോഴും ആലോചിച്ച് നോക്കാറുണ്ട്, ഇത്തരം സിനിമകൾക്ക് അനുമതി നൽകുന്ന ഒരു സെൻസർ ബോർഡ് നമ്മുടെ നാട്ടിലില്ലേ? പല സിനിമകളും വളരെ രൂക്ഷിതമായിട്ടുള്ള രംഗങ്ങൾ അവതരിപ്പിക്കുന്ന സിനിമകൾ. അപ്പോൾ അവരും അതേ തരത്തിലുള്ള മൈൻഡിലേക്ക് കടന്നു വരികയാണ്. അതുപോലെ തന്നെ അവർ കുട്ടികൾ കളിക്കുന്ന ഗെയിംസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയും. വളരെ മറ്റൊരാളെ വെടിവെച്ചിടുകയും മറ്റവനെ വെടിവെച്ചിടുമ്പോൾ ആർത്തുല്ലസിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളിൽ അവർ അഭിരമിക്കുന്നു. അതിൻ്റെ എല്ലാം ഒരു പൊതു വൈകല്യം നമ്മളുടെ ക്ലാസ് മുറികളിലുണ്ട്. അധ്യാപകർ പഴയ രീതിയിൽ നിന്ന് മാറി ഒരു മെൻറ്ററും ഫെസിലിറ്റേറ്ററൊക്കെ ആയി മാറിയതിൻ്റെ വലിയൊരു ബുദ്ധിമുട്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, കോളേജുകളിൽ പോലും പോകുന്ന സമയത്ത് ഈ അധ്യാപകർ കുട്ടികളുടെ കയ്യും കാലും പിടിച്ചിട്ടാണ് അവരെ ക്ലാസ്സിലിരുത്താനും മറ്റു കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നത് എന്നുള്ളത് വലിയ ഒരു ദുരന്തത്തിലേക്ക് നമ്മളെ നയിക്കുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. ഈ അവകാശമാണ് ഏറ്റവും കൂടുതൽ അധ്യാപകരുടെ അവകാശത്തേക്കാണ്. അധ്യാപകരും ഒരു പരിധി വരെ ഇങ്ങനെ എൻ്റെ ജോലി പഠിപ്പിക്കുകയാണ്, പഠിപ്പിച്ചു കഴിഞ്ഞ് പോയാൽ മതി എന്ന രീതിയിലേക്ക് ചിന്ത അവർ മാറി. അധ്യാപകർ അങ്ങനെ മാറിയിരിക്കുന്നു. എല്ലാ അധ്യാപകരും എന്ന് പറയുന്നില്ല, പക്ഷേ പലപ്പോഴും അവരവരുടെ സുരക്ഷിതത്വം മാത്രം നോക്കുന്നു. ഒരു സമൂഹത്തിൻ്റെ പുനർനിർമ്മിതിക്ക് വേണ്ടിയുള്ള ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ബാലാവകാശ കമ്മീഷൻ മാത്രമല്ല, മുകളിലുള്ള കോടതിയും പോലീസും എല്ലാം പലപ്പോഴും ഇത്തരം നടപടികൾ എന്തെങ്കിലും പുറമേ ഉണ്ടായി സംഘർഷമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് കേസൊന്നും ചാർജ് ചെയ്യുന്നില്ല, പരമാവധി അനുരഞ്ജനത്തിൽ പോകാനാണ് ശ്രമിക്കുന്നത്. പലപ്പോഴും നമ്മുടെ സ്കൂളുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ഗ്യാങ് വാർ തന്നെ +1 വിദ്യാർത്ഥികളും +2 വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷം എന്നും ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നതാണ്. അവരുടെ സെൻഡ് ഓഫ് കഴിഞ്ഞാൽ ഉള്ളത് പിന്നെ പുറമേ ഇറങ്ങിയുള്ള ഭീകരമായിട്ടുള്ള അടിയാണ്. ഒരു സ്കൂളിൽ കാണുന്നുണ്ടല്ലോ, കരാട്ടയുടെ നെഞ്ചൊക്കെ എടുത്തുകൊണ്ട് മറ്റൊരു വിദ്യാർത്ഥിയുടെ തലയ്ക്ക് പ്രയോഗിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥിയെ യാത്ര അയക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ കടന്ന് എത്തിയിരിക്കുന്നു. ഇത് വലിയ ഒരു ദുരന്തമാണ്. ഇത് മാറ്റിമറിക്കുന്നതിന്
നമ്മൾ നന്നായി ഒരുമിച്ചിരുന്ന് ചിന്തിച്ചാൽ മതിയാകും. കുട്ടികൾ തമ്മിലുള്ള സംഘടനമൊക്കെ ഇപ്പോൾ സമീപ നാളുകളിൽ ഈ സെൻഡ് ഓഫ് നാളുകളിലൊക്കെ കൂട്ടം കൂടി 50 കുട്ടികളും ചേരിഞ്ഞ് അടി കൂടുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ ധാരാളം വരുന്നുണ്ട്. ഞെട്ടിപ്പോകും. ഇതൊക്കെ കേരളത്തിൽ തന്നെയാണെന്നുള്ളത്. നേരത്തെ പറയുകയുണ്ടായി ഈ കുടുംബ പശ്ചാത്തലം എന്നുള്ളത്. കുടുംബത്തിൽ നിന്ന് തന്നെ ആ രീതിയിൽ ഇപ്പോൾ വെടിവെച്ച് കൊല്ലുന്ന വീഡിയോ ഗെയിമുകളും മറ്റുമായി കുടുംബാന്തരീക്ഷം തന്നെയല്ലേ പ്രധാനമായും ഈ വഴിതെറ്റിക്കുന്നതിൽ പ്രധാനമാകുന്നത്? ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ നേരത്തെ മാഷ് പറഞ്ഞ മാതിരി തന്നെ റോൾ മോഡൽ എന്ന് പറയുന്ന ആൾക്കാരില്ല. ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവർക്ക് മുമ്പിലാവാൻ മറ്റുള്ള ആൾക്കാർക്കും സാധിക്കുന്നില്ല. ഈ റോൾ മോഡൽ എന്ന് പറഞ്ഞിട്ട് അവർ കാണിക്കുമ്പോൾ പലപ്പോഴും അവർക്ക് കിട്ടുന്നത് പിയർ ഗ്രൂപ്പ് പ്രഷർ നമുക്കറിയാം. ഈ ഒരു അഡോളസെൻ്റ് ഏജിലേക്ക് വരുമ്പോൾ എന്തായാലും അവർ ഗ്യാങ് കൂടും. ആ ഒരു പ്രായത്തിൻ്റെ ഒരു പ്രത്യേകത, അവർ ഗ്യാങ് കൂടും. അതിൽ 2 പേര് കൂടും, എടാ അത് നീ വലിച്ചിട്ടിലേക്ക് തന്നെ എന്തിനും കൊള്ളാം എന്നുള്ള 2-3 വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരതിലേക്ക് വരും. അപ്പോൾ പലപ്പോഴും ഇത് വീടുകളിലേക്ക് എന്താണ് പ്രശ്നം വെച്ചാൽ വീടുകളിലും ഇതേമാതിരി ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതല്ല. എനിക്ക് തോന്നുന്നു ഡ്രഗ്സ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന അത്ര കാണിച്ചിട്ടില്ലെങ്കിലും ആൽക്കഹോളിക്കായിട്ടുള്ള ഫാമിലി ആൾക്കാരെ നമുക്ക് കൂടുതൽ കാണാറുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ തന്നെ അബ്യൂസീവായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ട് എന്തും ചെയ്യാം, അടിക്കാം, ഉപദ്രവിക്കാം, ഇതാണ് കാണിച്ചു കൊടുക്കുന്നത് വളരെ ചെറുതാകുമ്പോൾ തന്നെ. ഞാൻ മുമ്പും പറഞ്ഞിരുന്നു 10 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടികളുടെ ഉള്ളിലേക്ക് കാണുന്ന എന്ത് കാര്യവും അവരുടെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. നമ്മുടെ ആളുകൾക്ക് എന്തും ചെയ്യരുതെന്ന് പറയും. ഇപ്പോൾ ഒരു 2 ദിവസം ഈ ഒരു ചർച്ച കഴിയും, അടുത്ത പ്രശ്നം വരും, അടുത്ത ചർച്ച വരും, അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു പോയി. പിന്നെ പുതിയൊരു പ്രശ്നം വരണ വരെ കാത്തിരിക്കുക. പിന്നെ ഇപ്പോഴത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നും പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. എല്ലാ ദിവസവും എല്ലാവരും ഇരുന്ന് സംസാരിക്കും. പക്ഷെ എന്തുകൊണ്ട് ചെയ്യരുത്, എന്തുകൊണ്ട് എന്നുള്ള കാര്യം നമ്മളാരും പറയുന്നില്ല. ചെയ്യരുത്, അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട. എപ്പോഴും കുട്ടികൾക്ക് റീസൺ അറിയണം, എന്തുകൊണ്ട്, എന്താ കാര്യം അറിയണം. ആ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവും കൂടി അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഫാമിലിയുടെ കാര്യം നേരത്തെ മാഷ് പറഞ്ഞൊരു കാര്യത്തിലാണ് നമ്മൾ കെയർ ടേക്കേഴ്സ് വീടുകളിലത്തെ കാര്യം നോക്കുമ്പോൾ ഇപ്പോൾ ഡിവോഴ്സ് കേസസ് പറയാം. ബാലാവകാശ കമ്മീഷനെ നോക്കിയപ്പോൾ ഒരുപാട് കുട്ടികൾ ഇതിൽ ബുദ്ധിമുട്ടുന്നുണ്ട് പറഞ്ഞു. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എംപവർമെൻ്റ് എല്ലാവർക്കും വേണം. ഇത് വരുന്ന സമയത്ത് അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോൾ കുട്ടികളെ ആക്കുന്ന സ്ഥലങ്ങൾ അത് എത്ര കറക്റ്റായിട്ടുള്ളൊരു സ്ഥലങ്ങളാണ്, കുട്ടികൾ കാണുന്ന കാഴ്ചകൾ എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും ആരും അറിയുന്നില്ല. എൻ്റെ കുട്ടി ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം എന്നാണ് എല്ലാ അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു കൊടുക്കാൻ റെഡി ആവുകയാണ്, അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും. ഇനി എങ്ങാനും നമ്മൾ പറയണം അങ്ങനെ ചെയ്തു കൊടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ ചെയ്യുന്നൊരു കാര്യം, ഞങ്ങൾ പണ്ട് കാലത്ത് ഒരുപാട് ദൂരം നടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് അങ്ങനെയാണ്, അതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് കേൾക്കില്ല. അവരതൊന്നും കേൾക്കാൻ ഇൻട്രസ്റ്റഡ് അല്ല. പലപ്പോഴും നമ്മൾ തന്നെ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് കുട്ടികളോട് നിൽക്കുമ്പോൾ കുട്ടികൾ ഓപ്പണായിട്ട് പാരൻസിനോട് ചോദിക്കുകയാണ്, നിങ്ങളെ പകരം വേറെ വല്ല പാരൻസിനെ ഞങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ലതായിരുന്നു. കാരണം അവരുടെ ഒരു ഉള്ളിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്, ഇങ്ങനെയാണ് കുട്ടികൾ ചോദിക്കുന്നത്. പഴയ കാലത്തെ കഷ്ടപ്പാട്, ബുദ്ധിമുട്ട് അതൊന്നുമല്ല. കാരണം പഴയ കാലത്തെ മാതിരിയല്ല, കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ കുട്ടികളോട് സംസാരിക്കുന്ന രീതികളിലും മാറ്റം വേണം. നമ്മുടെ കയ്യിൽ ഇപ്പം ഇല്ല. ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണോ അതനുസരിച്ച് സംസാരിക്കാം. വീടുകളിൽ തന്നെ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും കുട്ടികളുടെ അടുത്ത് ഉണ്ടാകുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ അവോയ്ഡ് ചെയ്യുന്നൊരു ഇത് കാണാറുണ്ട്. വളരെ ചെറുതാകുമ്പോൾ തന്നെ ഫോൺ കൊടുക്കും. ഫോണിൻ്റെ സൗകര്യം, എല്ലാവരും ഫോണിൻ്റെ ലോകത്താണ്. ആ ഒരു സമയത്ത് കുട്ടിക്ക് എന്തെങ്കിലും ഒരു മാറ്റം വന്നോ, ഇതിനൊരു ഏറ്റവും എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു എക്സാമ്പിൾ പറയാം. സ്കൂളിൽ നിന്ന് ഒരു കോൾ വന്നു, അടി നടന്നു എന്നുള്ളത്. ഈ അടി നടന്നു എന്നുള്ളൊരു കോൾ വന്നു കഴിഞ്ഞാൽ പല അമ്മമാരും പല രീതിയിലാണ് അത് റിയാക്ട് ചെയ്യുക. ചിലപ്പോൾ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ കുട്ടിയുടെ അടുത്തേക്ക് നേരെ അടിച്ച് അവനെ ഉപദ്രവിക്കുന്ന രീതിയിൽ ചിലർ ചെയ്യുന്നത് കാണും. എന്താണ് കുട്ടി പറയുന്നത് എന്ന് കേൾക്കുക പോലും ചെയ്യാതെ എന്താണ് സംഭവിച്ചത് എന്ന് പോലും ഇതാവുന്നതിന് മുമ്പ് കുട്ടിയെ നല്ലപോലെ ഉപദ്രവിക്കുന്നുണ്ടാവും. ഇതിപ്പോൾ ഒരാൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് കുട്ടികളെ കയറി അടിക്കുക, ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് കുട്ടിയുടെ ഒരു കംപ്ലയിൻറ്റ് വന്നാൽ അങ്ങനെയല്ല. കുട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്ക് സംസാരിക്കാനുള്ളൊരു ടൈം നമുക്ക് കൊടുക്കണം. അവരോട് സംസാരിക്കുക എന്നുള്ളതാണ്. എന്താ ഉണ്ടായത്, എന്താ പ്രശ്നം ഉണ്ടായത്, അപ്പോൾ ഇങ്ങനെ ഒരു പറഞ്ഞല്ലോ, മോൻ പറയാം അല്ലെങ്കിൽ മോള് പറയാം എന്താ ഉണ്ടായത് എന്ന് നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് ഓക്കെ അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു, ശരി നീ ആയിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ആ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ളൊരു ചോദ്യം സ്കൂളിൽ നിന്നാണെങ്കിലും എവിടെയാണെങ്കിലും. ഇത് ഞാൻ എന്താ പറയാൻ കാരണം വെച്ചാൽ സ്കൂളുകളിൽ നമ്മളൊരു സംസാരിക്കേണ്ട ഒരു ആവശ്യം വന്നിരുന്നു കുട്ടികളോട്. അന്ന് എന്നോട് ചില കുട്ടികൾ ചോദിച്ചതാണ്, ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് ഞങ്ങൾ എന്തുകൊണ്ട് ചെയ്തു എന്ന് നിങ്ങൾ ചോദിക്കില്ല. നിങ്ങൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, എന്തും ചെയ്യരുത് എന്ന് പറയും. എന്താണ് അതിന് കാരണം, എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്ന് നിങ്ങൾക്ക് ആർക്കും ചോദിക്കാൻ വയ്യ. പകരം നിങ്ങൾ കുറേ നിങ്ങളുടെ കാര്യങ്ങൾ പറയും. ഇന്നത്തെ കുട്ടികൾക്കാണെങ്കിൽ നിയമങ്ങളെക്കുറിച്ചിട്ട് നല്ല ധാരണ. ഞാൻ JJBയിലുള്ള സമയത്താണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളെക്കാളും കൂടുതൽ അവർക്കായിരിക്കാം. സെക്ഷൻ അടക്കം അവർ പറയും ഇന്നത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ബാലാവകാശം. ശരിയാണ്, എല്ലാവരും റൈറ്റ്സിനെ കുറിച്ചിട്ട് പറയും.
ഡ്യൂട്ടീനെ കുറിച്ചിട്ട് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒരു കുട്ടികളുടെ കാര്യം, ഇപ്പോൾ മാഷ് പറഞ്ഞാലും മുടി വളർത്തിയതിൻ്റെ കാര്യം, നമ്മൾ വിട്ടുകൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു സ്കൂളിലേക്ക് കയറി വരുന്ന സമയത്ത് സ്കൂളുകളിൽ ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമം പാലിക്കുന്നതിന് കുട്ടികൾക്ക് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ആ ഒരു ഡിസോർഡർ ഉണ്ട്, പ്രോബ്ലമാറ്റിക് കുട്ടികളാണ് അവർ വരുന്നത്, അവർക്ക് ആ ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ട് എന്നർത്ഥം. കാരണം എല്ലാവരും അനുസരിക്കുന്ന ഒരു കാര്യം, ഒരു സ്കൂളിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട്, നമ്മൾ ആ സ്കൂളിലേക്ക് ചേരുമ്പോൾ എങ്ങനെ ആ നിയമങ്ങൾ അനുസരിക്കാം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ആ റൈറ്റ്സ് വരുമ്പോൾ ഒരു കുട്ടിക്ക് എല്ലാം ചെയ്യുന്നതിനുള്ള റൈറ്റ്സ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, അങ്ങനെയല്ല അവിടെ വരുന്നത്. ഒരു ചട്ടക്കൂടിൽ ഒരു നിയമങ്ങളുണ്ടെങ്കിൽ അത് പാലിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അതിലേക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ ആ സ്കൂളിൻ്റേതായ രീതികളിൽ പോകണം. പിന്നെ ഈ പറഞ്ഞ മാതിരി പാരൻസിൻ്റെ ഭാഗത്തുണ്ടാകുമ്പോൾ പാരൻസിനോട് നമ്മൾ പറയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോഴത്തെ പാരൻസിൻ്റെ ഒരു വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സാണ്, ഇടാ പോടാന്നുള്ളൊരു, അങ്ങനെയല്ല. പാരൻസിൻ്റെ ഭാഗത്ത് നിൽക്കണം. ഇതിപ്പോൾ ആദ്യം നമുക്ക് പാരൻസിനെയും കൂടി ഒന്ന് നന്നായി പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. കാരണം എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. ഇന്നിപ്പോൾ ഇങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വിവേചന ബുദ്ധി ഉപയോഗിച്ചിട്ട് പെരുമാറാനില്ല. ഒരു സത്യം പറഞ്ഞാൽ ചിന്തിക്കാനുള്ള ശക്തി മൊബൈൽ ഫോൺ വന്നതോടുകൂടി എല്ലാവരും പോയി. വെറുതെ ഇങ്ങനെ നമ്മൾ പറയില്ല, ഇങ്ങനെ മാറ്റി ചെയ്തിട്ട് ഈ ഒരു തിങ്കിങ് പാറ്റേൺ, ഒരു കോഗ്നിറ്റീവ് ലെവലിൽ ഇവർക്ക് ഒട്ടും മാറ്റം വരുന്നില്ല. ഇതേ സാധനമാണ് കുട്ടികളോടും ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ കാണുമ്പോൾ അവർക്ക് കാണുന്ന റോൾ മോഡൽസ് നമ്മുടെ ചുറ്റുമുള്ള ആരും ഓക്കെ അല്ല ഇപ്പോൾ വരുന്നത്. അത് തന്നെയാണ് അവർ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ കുടുംബത്തിലിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കെയർ ടേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയൊന്നും അങ്ങനെ വരുന്നില്ല, പുറമേയുള്ള സ്ഥലങ്ങളിലാണ്. ഈ കുട്ടിയാക്കുന്നതിന് ആരുടെ അടുത്താക്കും? കുട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അച്ഛനും അമ്മയാണ്. അപ്പോൾ ഒരാളെക്കുറിച്ച് കുറ്റം പറയണം, മറ്റേത് പറയണം, ഇതെല്ലാം കുട്ടികൾ മുതലെടുക്കുകയുള്ളൂ. അവർക്കത് മനസ്സിലാവും ഈ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, ഇന്നതാണ്. കേസിൽ പെട്ട് വരുന്ന സമയത്ത് പോലും നമ്മൾ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് തുറന്നു പറഞ്ഞിട്ടുള്ളൊരു കാര്യം, മാഡം പീസ് ഇല്ല, സമാധാനം കിട്ടണില്ല. ഈ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ജോയിൻ്റ് അടിക്കണത്, അതിന് വേണ്ടിയിട്ടാണ് പുറത്ത് പോയി നിൽക്കണത്. ഒരു രക്ഷയില്ല, കണക്കിരുന്ന് പറയുള്ളൂ. വരുന്നതിന് സമയത്ത് അതിന് പ്രശ്നം, ഇതിന് പ്രശ്നം, ഇങ്ങനെയാണ് കുട്ടികൾ നമ്മളുടെ അടുത്തിരുന്ന് പലപ്പോഴും സംസാരിക്കാറുള്ളത്. അവരുമായിട്ട് സംസാരിച്ച് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു പ്രശ്നത്തിൽ വന്നാലും മാതാപിതാക്കളോട് നമ്മൾ പറയണം, നേരത്തെ ഇവരൊക്കെ പറഞ്ഞ മാതിരി പ്രശ്നമാണ്, ഇവരെ മാറ്റി നിർത്തണം, ഇന്നതാണ് എന്ന് പറയുമ്പോൾ കുട്ടികൾ ടൂറിന് പോകണത് അറിയില്ല. വീട്ടിലുണ്ടായിരുന്ന കുട്ടി എവിടെ നിന്നെങ്കിലും കറങ്ങിയിട്ട് വേറെ എവിടെയെങ്കിലൊക്കെ അവൻ പിടിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ടാവാം, അത് വീട്ടുകാർക്ക് അറിയില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പാരൻസ് ചിലരിൽ ഒരാൾ പുറമേ ആയിരിക്കാം, അവിടെ നിന്നുള്ള പൈസ മാത്രമേ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ചില സമയത്ത് ബ്രോക്കൺ ഫാമിലി ഉണ്ടാവാം, പല 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 പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഈ കുട്ടികളുടെ സ്വഭാവത്തിൽ തന്നെ അഗ്രസീവായിട്ടുള്ള കുട്ടികളുണ്ട്. അഗ്രസീവായിട്ടുള്ള കുട്ടികളാണ് നേരത്തെ നമ്മുടെ സാറ് പറഞ്ഞ മാതിരി, അവർക്കാണ് പ്രതികരിക്കാനുള്ള ടെൻഡൻസി ഓൾറെഡി അവർക്കുണ്ടാവും. ഇപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ഒരു ഡ്രഗ്സ് എത്തുന്ന സമയത്ത് ഇവർക്ക് തോന്നുന്നൊരു ഫീലുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ പറഞ്ഞതാട്ടോ, ഇത് ഡ്രഗ്സ് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓർമ്മശക്തി കൂടും. എൻ്റെ അടുത്ത് നേരിട്ട് ഓപ്പണായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞാൽ ഓർമ്മശക്തി, ഞാൻ പറഞ്ഞാൽ എന്നിട്ട് ഇവിടെ ഓർമ്മശക്തി കൂടുകയെന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യത്തെ സമയത്ത് നമ്മൾ ഒരിക്കലും ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങളാരും ഉപദേശിക്കാനോ നന്നാക്കാനോ നമ്മൾ പോയിട്ട് ഒരു കാര്യമില്ല. കാരണം അവരുടെ അടുത്തേക്ക് ഒന്നും കയറില്ല. കുറച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ശരിയാക്കി വരുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഇതെന്താണ് സംഭവിച്ചത്. അപ്പോൾ പലപ്പോഴും പറയുന്നതാണ്, ഇപ്പോൾ മാറിയിട്ടോ, കുറച്ചും കൂടിയും കാലഘട്ടം മാറിയപ്പോൾ ചെറിയ കുട്ടികൾ തൊട്ടിട്ടുണ്ട്, ആ സിറ്റുവേഷൻ മാറി. എനിക്ക് വന്നൊരു കേസിൻ്റെ ഇതിലാണ് പറയുന്നത്, നല്ലത് കൂടും. അപ്പോൾ ഇപ്പോൾ എന്താ സിറ്റുവേഷൻ, ഇപ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടണില്ല. ഇത് ഉണ്ടാവണമെങ്കിൽ ഇത് ഉപയോഗിച്ചേ പറ്റൂ. ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ തോന്നുന്നത് ഇതെനിക്ക് കുഴപ്പമില്ല, ഇതൊക്കെ എനിക്ക് ഓക്കെയാണ്, വലിയ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിച്ചില്ലല്ലോ. ഈ ആദ്യത്തെ സമയത്ത് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഞാൻ എന്തിനു കൊള്ളാം എന്ന ആറ്റിറ്റ്യൂഡാണ് ഇപ്പോഴത്തെ നല്ല മുമ്പുള്ള ജനറേഷനിലും ഉള്ളതാണ്. ഇതെല്ലാം വലിച്ച് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് ഞാൻ എന്തെങ്കിലും ആവുള്ളൂ. അപ്പോൾ കാരണം എന്തെങ്കിലും വാക്കുകൊണ്ട് നാലാൾ പറഞ്ഞാൽ തന്നെ ഇവരൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഡ്രഗ്സ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മളുടെ ഒരു ഹാപ്പിനെസ് ലെവലിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു നോർമൽ ലെവലിൻ്റെ ഇങ്ങനെയാണെങ്കിൽ, അപ്പോൾ അവർക്ക് ഇത്ര കിട്ടിയെന്ന് തോന്നിയെങ്കിൽ നമ്മുടെ നോർമൽ ലെവലിലേക്ക് എത്തുന്നതിന് പിന്നീട് ഇത് ഉപയോഗിച്ചാൽ മാത്രമേ എത്തുള്ളൂ. ഇതെല്ലാത്തിനെയും ബാധിക്കണമെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പണ്ടത്തെ മാതിരിയും കൂടിയല്ല ഇപ്പോഴത്തേന്നെല്ലാം, പണ്ട് നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കറിയാം സിന്തറ്റിക് ആയിട്ടുള്ള പല തരത്തിലുള്ളത് ഉപയോഗിക്കാൻ തുടങ്ങി, പല രീതിയിൽ. അപ്പോൾ ഈ കുട്ടികൾക്ക് എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നോർമൽ ആവാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ആവണമെങ്കിൽ ഇത് ഉപയോഗിച്ചേ പറ്റൂ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഓക്കെ ആവുള്ളൂ. പിന്നെ അവരുടെ ക്യാരക്ടർ ലെവലിലൊക്കെ മാറുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ശ്രീ സുഹൃത്തുക്ക് പറഞ്ഞു പറയാൻ സാധിക്കും. കാരണം മുൻകാലങ്ങളിലൊക്കെ ഇപ്പോൾ ഈ 98 സ്ക്വാഡിൽ വരുമ്പോഴൊക്കെ ആദ്യകാലത്ത് മദ്യം അല്ലെങ്കിൽ കഞ്ചാവ് എന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിനപ്പുറം വിട്ടിട്ട് MDMA, LSD സ്റ്റാമ്പ്, പിന്നെ നമുക്ക് തന്നെ പേരറിയാത്ത ഒരുപാട് ലഹരി വസ്തുക്കൾ, ക്യാൻസറിനുള്ള മരുന്ന് പോലും ലഹരിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതിലേക്ക് വരാം. അതിന് മുമ്പ് രണ്ടുപേരും സംസാരിച്ചുള്ളതിൽ മാഡം പറഞ്ഞു അങ്ങനെ നിയമത്തെക്കുറിച്ച്
വളരെ ബോധവാന്മാരാണ് കുട്ടികൾ ബാലാവകാശ നിയമത്തെക്കുറിച്ചിട്ടൊക്കെ. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ പല സ്കൂളിലെ ടീച്ചർമാരും അതൊരു നെഗറ്റീവായിട്ട് പറഞ്ഞു. നെഗറ്റീവ് മീൻസ് ആ നിയമത്തെക്കുറിച്ച് നിയമത്തെക്കുറിച്ചിട്ടുള്ള ബോധം അത് ചോദ്യം ചെയ്യുന്നുള്ള രീതിയിൽ വിദ്യാർത്ഥികൾ ഒരിക്കലും ചോദ്യം ചെയ്യാത്ത പാടില്ലാത്ത വിഷയത്തെക്കുറിച്ചടക്കം അത് നിയമത്തെക്കുറിച്ചിട്ടുള്ളൊരു അറിവാണോ എന്താണെന്ന് അറിയില്ല ആ രീതിയിൽ. ഇപ്പോൾ ഈ അടുത്ത് ഉണ്ടായൊരു കൊലപാതകം അതിൽ പ്രതി ഒരു 15 വയസ്സുകാരനാണ്. ഈ 15 വയസ്സുകാരനെ ഞാൻ ചോദിക്കുകയാണ്, ഇത് കൊല്ലാനുള്ള കാരണത്തിലേക്ക് അറസ്റ്റ് ചെയ്തിട്ട് കൊല്ലാനുള്ള കാരണത്തിലേക്ക് ചോദിച്ചപ്പോൾ ഫസ്റ്റ് പറഞ്ഞ മറുപടി എന്നെ ഞെട്ടിച്ചു. സാറേ, അധികം എന്നോട് ചോദിക്കണ്ട, ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഫോൺ ചെയ്യും. ഞാൻ പറഞ്ഞു, നീ ആര് ഫോൺ ചെയ്യണം? വീട്ടുകാരെയാ അല്ല വേറെ ആരെയാ? അല്ല, ഈ ജെ ബോർഡ് അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അവരുടെ നമ്പർ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലൊരു ഹരാസ്മെൻറ്റ് പോലീസിൻ്റെ ഭാഗത്തു നിന്നോ ടീച്ചറുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും രീതിയിലുണ്ടെങ്കിൽ അപ്പോൾ വിളിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എപ്പോൾ വിളിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു രസമായിട്ടുള്ള ആയ കാരണം ഇപ്പോൾ അവന് അപ്പോൾ ഞാൻ തൊട്ടപ്പുറത്ത് CA വന്ന് ചോദിച്ചു. CAയോട് ഇതേ മറുപടിയാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇത്രയ്ക്ക് വേണോ എന്നുള്ളൊരു ഇതാണ്. കാരണം മാഡം അതിൽ വർക്ക് ചെയ്യുന്നൊരു ഇതാണ്. പിന്നെ നേരത്തെ മുടിവെട്ടിൻ്റെ ഒരു കാര്യം സാറ് പറഞ്ഞു. എൻ്റെ ഓർമ്മയിലൊരു സംഭവം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള ഗേൾസ് ഓൺലി ഒരു സ്കൂളിൽ പ്രധാനപ്പെട്ട സ്കൂളിൻ്റെ അവിടെ ക്ലാസ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ ബൈക്കിൽ കയറി പോകണു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി വന്ന് ഞാൻ അന്വേഷിക്കാൻ പോയപ്പോൾ ഏകദേശം ഒരു 6 ബൈക്കിൽ ഈ 2 പേര് വന്നിക്കണം. അപ്പോൾ അതിൽ ഓരോരുത്തരെ കയറ്റി കൊണ്ടുപോകാനാണ് ആ സ്കൂളിൽ. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 12 പേര് അന്ന് പിടിച്ചത്, ഡബിളായിട്ട് വന്നിട്ടുള്ളത്. ആ 12 പേരും ഈ പറഞ്ഞ മുടി നീട്ടി വളർത്തിയിട്ടുള്ള ഒരു പക്ക ഫ്രീക്കൻ ടൈപ്പിലാണ്. അപ്പോൾ ഈ 12 പേരും നമ്മളിത് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പേരൻസിനെ വിളിച്ചു. ഞാൻ തന്നെ എല്ലാവരും പേരൻസിനെ വിളിച്ചു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാഷ്വലായിട്ടുള്ള ടോക്കിൽ പറഞ്ഞു, നിങ്ങൾ ഈ മുടി വെട്ടണം, ഇത്രയധികം മുടി ഇങ്ങനെ ഫ്രീക്കൻ രീതിയിലൊക്കെ മുടി വെട്ടണം. പെൺകുട്ടികളെ ഒരു ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം കൊണ്ടാണ് അവരൊക്കെ പറഞ്ഞത്. മുടി വെട്ടണം എന്ന് പറഞ്ഞപ്പോൾ പേരൻസും എല്ലാവരും സാറത് ഞങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കില്ല. ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞത് ഒരു പക്ഷേ ആ അമ്മയ്ക്ക് മകനെ പേടിച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു മറുപടി പറഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ സാറ് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പറയും, എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല, മുടി വെട്ടാൻ നിർബന്ധിക്കില്ല. കാരണം ആ പറഞ്ഞു പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ സാറ് മുടി വെട്ടണം എല്ലാവരും അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നിങ്ങളെ മുടി വെട്ടാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഞാൻ എന്നെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ലഹരി പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ 12 പേരോട് ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ദിവസം ഞങ്ങളെപ്പോഴും ടൗണിൽ എല്ലാവരും ഉണ്ടായിരിക്കും, ആരെങ്കിലും കയ്യിൽ നിന്ന് ലഹരി പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ നിങ്ങളുടെ ആ സെക്ഷൻ വെച്ചിട്ട് നിങ്ങളെ റിമാൻഡുള്ള പരിപാടി ഞങ്ങൾ നോക്കും എന്ന് പറഞ്ഞു. പക്ഷേ മുടി വെട്ടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ നോർമൽ രീതിയിൽ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ 12 പേരും പിറ്റേ ദിവസം മുടി വെട്ടി കുട്ടപ്പനായിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് എന്താ ഞാൻ പറഞ്ഞത്, ഞാനൊരു ബേസ് വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഹരിയായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത് കാണിക്കില്ല, ഞാൻ എക്സ്ട്രീം ലെവലിൽ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ ലഹരി ഉപയോഗിക്കില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ, മുടി വെട്ടേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ അത് എന്നെ ഒരു ഞെട്ടിച്ചൊരു സംഭവമാണ്. പിന്നെ നേരത്തെ പറഞ്ഞതിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ സിന്തറ്റിക്കിൻ്റെ ഉപയോഗം അതിഭീകരമായിട്ടുള്ള രീതിയിൽ ആണ് വന്നിട്ടുള്ളത്. കണക്കൊക്കെ എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞിട്ടില്ല മുമ്പ് പറഞ്ഞിട്ട്. ഇപ്പോൾ ഏറ്റൊരു ഉദാഹരണം, ഇപ്പോൾ സബ്ജക്റ്റ് തന്നെ വിദ്യാർത്ഥികളിലെ വൈകല്യമാണ്. ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു 2 പേരെ ഞങ്ങൾ പിടിച്ചല്ല, കമ്മീഷയുടെ അടുത്ത് പരാതിയായിട്ട് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി അവിടെ ചെന്നു. ആ ആൺകുട്ടിയും ചെന്ന് അപ്പോൾ കമ്മീഷൻ എന്നെ വിളിച്ചു, സുഹൃത്തെ എവിടെയാ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ടൗണിലുണ്ട് പറഞ്ഞു, പെട്ടെന്ന് വാ, ഇവരുടെ ഇതൊന്ന് തീർക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് അവരായിട്ട് സംസാരിച്ചപ്പോൾ അവർ ഒറ്റ നോട്ടത്തിൽ
ഈ സിന്തറ്റിക്കിന് അഡിക്റ്റാണ് രണ്ടുപേരും. ഒരു 20 വയസ്സ് പ്രായം ഉണ്ട് രണ്ടുപേർക്കും, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അപ്പോൾ എന്താ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ലിവിങ് ടുഗദറാണെന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ പെൺകുട്ടീനെ കുറിച്ചിട്ട് നെഗറ്റീവ് ഒരു കമൻറ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവൻ്റെ ലൊക്കേഷൻ നോക്കിയപ്പോൾ ഈ പറഞ്ഞ ഗുരുവായൂരാണ് ലൊക്കേഷൻ. അപ്പോൾ ഞാൻ പെൺകുട്ടീനെ അവിടെ നിർത്തിയിട്ട് ആ പയ്യനെയും കൊണ്ട് ഞങ്ങളുടെ ട്രാവലറിൽ നേരെ ഗുരുവായൂർക്ക് പോയി. ഗുരുവായൂർക്ക് പോയിട്ട് കണ്ടാണശ്ശേരി എത്തിയപ്പോൾ ഒന്ന് ചായ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് ഇറക്കി ഞാൻ ആദ്യം ഇറങ്ങി, തൊട്ട് പിന്നാലെ ആ പയ്യനെ ഇറക്കാൻ നോക്കിയപ്പോൾ ഇറക്കി. പിന്നെ നോക്കിയപ്പോൾ സെക്കൻഡിൽ അവനെ കാണാനില്ല. അവൻ ബും എന്ന് പറഞ്ഞാൽ ഒറ്റ ഓട്ടോടി. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പ്രായമുള്ള വ്യക്തി എത്തിപ്പെട്ടില്ല. എന്നാലും നാട്ടുകാരോട് പറഞ്ഞത് കള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിച്ചിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഓടിച്ചിട്ട് അവനെ പിടിച്ചിട്ട് എൻ്റെ സർവീസിൽ ആദ്യമായിട്ടാണ് ഒരു വാദീനെ പരാതിക്കാരനെ ഹാങ് ഓഫ് ചെയ്യേണ്ടി വന്നത്. അവനെ ഹാങ് ഓഫ് ചെയ്ത് നേരെ വണ്ടിയിൽ കയറ്റിയിട്ട് ഞാൻ ഫസ്റ്റ് അവനോട് ചോദിച്ചാണ്, നീ എന്തിനാണ് ഓടിയെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ തിരിച്ച് ആരോടി? ഞാൻ ഓടിയ. സാറല്ല ഓടിയത്, സാറല്ല ഓടിച്ചിട്ട് പിടിച്ച് എന്നുള്ള രീതിയിൽ എന്നോട്. കാരണം അപ്പോൾ അതെന്താ കാര്യം വെച്ചാൽ പക്കവൻ സിന്തറ്റിക്കാണ്, അവൻ പക്ക ബൈക്കില്ല. അതായത് എന്താ ചെയ്യേണ്ടത്, എന്താ പ്രവൃത്തി ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു എക്സ്ട്രീം ലെവലിലുള്ള രാസലഹരിയുടെ ഉപയോഗത്തിലൂടെ അങ്ങനെയാണ് വന്നു ചേർന്നത്. നമ്മളൊരു കോമൺ സെൻസിലൂടെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അവൻ്റെ ഓരോ പ്രവൃത്തി. ഇതിൽ ഞാനോട് ഇടപെടുന്നുണ്ട്. ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു രീതിയിൽ തന്നെ പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് താങ്കൾക്ക് ഈ കുട്ടികൾ ലഹരി ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും രക്ഷിതാക്കൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കില്ല. പലപ്പോഴും അവരുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാതെയാണ്. അതെന്താണെന്നൊന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞാൽ അത് വലിയ ഉപകാരമായിരിക്കും പ്രേക്ഷകർക്ക്. ഇപ്പോൾ നമ്മൾ ഈ പല അമ്മമാർക്കുള്ള കൺസേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാറുള്ളത്, സാറേ എൻ്റെ മകൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നെങ്ങനെ എനിക്ക് തിരിച്ചറിയാം എന്ന്. അപ്പോൾ അതിൽ ഞാൻ പറയണത് എന്താണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ബാഗുകൾ പരിശോധിക്കണം. ബാഗുകൾ ഒരിക്കലും ഇവൻ്റെ പ്രസൻസിൽ വെച്ച് പരിശോധിക്കാൻ പാടില്ല. പ്രസൻസിൽ വെച്ച് പരിശോധിച്ച് അവരുടെ ഇരുത്തി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവനാവും ശരി, അമ്മയ്ക്ക് ഈ പരിപാടി ഉണ്ടല്ലേ, അഥവാ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചാൽ പിന്നെ അതെനിക്ക് ഒരിക്കലും ആ ഒരു സീനായിരിക്കും എന്നുള്ള രീതിയിൽ അവൻ പിന്നെ അത് ഹൈഡ് ചെയ്ത് ആ രീതിയിൽ. അപ്പോൾ അവൻ അറിയാതെ അവൻ ബാത്റൂമിൽ പോവുക അല്ലെങ്കിൽ കളിക്കാൻ പോവുക അല്ലെങ്കിൽ ഉറങ്ങണം, ആ സമയത്ത് ബാഗ് പരിശോധിക്കുക. ആ ബാഗ് പരിശോധിക്കുമ്പോൾ അതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ, അതായത് നോർമൽ രീതിയിലൊരു കുട്ടി ഉപയോഗിക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ എന്തൊക്കെ കണ്ടതിൽ ഞാൻ എന്നെ വിളിക്കുന്ന അമ്മമാരോട് എനിക്കത് വാട്സാപ്പിൽ ഫോട്ടോ അയച്ച് തരാനാണ് പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും ഇതൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്ന സാധനം ഞങ്ങൾക്ക് അറിയാതെ വളരെ കുഴപ്പമാണെന്ന് ഞങ്ങൾക്കറിയാം, മനസ്സിലായി. അപ്പോൾ അത് വെച്ചിട്ട് കുറേ കേസുകൾ പിടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിലൊരു ഈ കഞ്ചാവിൻ്റെ വിത്ത് കാണും, ഇവരത് കളയില്ല, ബാക്കിയുള്ളതൊക്കെ എടുത്ത് മാറ്റിയാലും ആ വിത്ത് എൻ്റെ മൂലയിൽ എവിടെയെങ്കിലും കാണും. ശരിക്കും ഒരു മല്ലിയുടെ ഒരു വലിപ്പത്തിലുള്ളൊരു ചെറിയൊരു ഇതിന് അത് ഞാൻ നിരവധി അമ്മമാരും എനിക്ക് വാട്സാപ്പ് തന്നിട്ടുള്ള കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർ ഉപയോഗിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ പരിശോധിക്കണം. പിന്നെ ബാത്റൂമിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ലഹരി ഉപയോഗത്തിൽ കണ്ടുവരുന്ന വെച്ചാൽ ബാത്റൂമിൽ ഈ പറഞ്ഞ പോലെ കുറേ നേരം അവർ ഇരിക്കും. നോർമൽ രീതിയിൽ കുളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു സമയം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കൊണ്ട് വരും. പക്ഷേ 2-3 മണിക്കൂർ ബാത്റൂമിൽ ഇരിക്കണവരെ എന്നെ വിളിച്ച് പറഞ്ഞ് കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഞാനായിട്ട് സംസാരിക്കുമ്പോൾ അഡിക്ഷനാണ്. പിന്നെ ഈ നേരം വൈകിയിട്ടുള്ള ഒരു ഉറക്കം, അതായത് ഇത് ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കം വരില്ല, നോർമലി ഉറക്കം വരില്ല. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാലോ ആ ബോഡിക്ക് തളർന്നിട്ട് വളരെ നേരം വൈകിട്ട് എണീക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി 8 മണിക്ക് എണീക്കേണ്ട അല്ലെങ്കിൽ 6-7-8 മണിക്കൊക്കെ എണീക്കേണ്ടവർ നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല. ഭക്ഷണത്തിൻ്റെ സമയം, ഉച്ചഭക്ഷണത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടും എണീക്കണ ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അങ്ങനെ സമയം നേരം വൈകി എണീക്കണതും വളരെ നേരം വൈകി ഉറങ്ങണതൊക്കെ പക്ക ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ കൂട്ടുന്ന ആ കൂട്ടുകാരെ കുറിച്ച് നമുക്ക് വീട്ടുകാർക്ക് അധികം പരിചയം ഇല്ലെങ്കിലും നമ്മളെ ഫോണിലൂടെയൊക്കെ നോക്കി അവർ വാട്സാപ്പ് പറ്റുകയാണെങ്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വാട്സാപ്പ് ഇപ്പം ഞാൻ കൊണ്ടുവരുന്ന കുട്ടികളെ വെച്ചാൽ വാട്സാപ്പ് നോക്കിയാൽ എൻ്റെ DP നോക്കിയാൽ തന്നെ എനിക്കറിയാൻ പറ്റും ഇത് ഉപയോഗിക്കുന്ന ആളാണോ എന്താണെന്നുള്ളത്. പിന്നെ എൻ്റെ ബാക്കിയുള്ള ചാറ്റുകളും അറിയാൻ പറ്റും. പിന്നെ കോമൺ ചാറ്റുകളുണ്ട്, ഈ പറഞ്ഞ പോലെ ജോയിൻ്റ്, പല വാചകങ്ങളുണ്ട്, സ്കോറ്, ജോയിൻ്റ്, ഇതൊന്നും വീട്ടുകാർക്ക് അറിയില്ല. സാർ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ജോയിൻ്റ് എന്ന് കാണാണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല, സ്കോറിന്ന് കാണാണ്ട് ഇത് മനസ്സിലായി. ഇതൊക്കെ ലഹരിയായിട്ട് ബന്ധപ്പെട്ട കോഡ് വാചകങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ പൈസ ട്രാൻസാക്ഷൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്
1500 ഉള്ള രീതിയിൽ പൈസ വേണമെന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് ചെയ്യണമല്ലോ. 500 ആണെങ്കിൽ അത് കഞ്ചാവിനും, 1500 ആണെങ്കിൽ അത് MDMAക്കാണ്. അത് അങ്ങനെയാണത്. അതായത് ഏറ്റവും റേറ്റ് കുറവുള്ള കഞ്ചാവിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 500ഉം ഏറ്റവും റേറ്റ് കുറവുള്ളത് MDMA എന്ന് പറയുന്നത് 1500ആണ്. മനസ്സിലായി? അപ്പോൾ അത് ഞാൻ എന്നോട് അയച്ചു തന്നിട്ട് ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മേഖലയിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ മാഷ് നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി ചർച്ച ചെയ്യാൻ തോന്നുന്നു. ഈ വിദ്യാഭ്യാസ സമ്പ്രദായം അധ്യാപകരുടെ കയ്യിൽ നിന്ന് പോയി വിദ്യാർത്ഥികൾക്ക് പ്രാധാന്യവും അധ്യാപകർ പഠിപ്പിക്കുക, പോവുക, അതിലപ്പുറം ഒന്നിലും ഇടപെടേണ്ടതില്ല എന്നുള്ള രീതിയിലേക്ക് മാറിയ ഈ സമ്പ്രദായത്തിൽ എന്ത് മാറ്റം വരേണ്ടതുണ്ട്? കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിൽ പ്രവർത്തിച്ച വ്യക്തി കൂടിയാണല്ലോ അങ്ങ്. തീർച്ചയായിട്ടും ഈ പാഠ്യ പദ്ധതിയിൽ തന്നെ വലിയൊരു മൂല്യസംക്രമണം, മൂല്യങ്ങൾ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കണം. ഇപ്പോൾ 1ാം ക്ലാസ്സിലെ പാഠപുസ്തകം വന്നപ്പോൾ വളരെ വിമർശനാത്മകമായിട്ടുള്ള ഒരു ചർച്ച അതിനെക്കുറിച്ച് നടന്നു. അതിലൊരു മഴമേഘം വന്ന് നിൽക്കുകയാണ്. 1ാം ക്ലാസ്സാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മഴമേഘം വന്ന് നിൽക്കുകയാണ്. മുത്തശ്ശി മഴയോട് പെയ്യുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഴ പെയ്യുന്നില്ല. പക്ഷേ കുട്ടി ഒരു വടിയെടുത്ത് മഴയെ ശാസിക്കുന്നു. മഴ പെയ്യുന്നു. അവിടെ ഒരു ശാസന എന്ന് പറയുമ്പോൾ ഒരു ഭീഷണി, വടിയെടുത്ത് ശാസിക്കുന്ന ഒരു ഭീഷണിയുടെ സ്വരം അറിയാതെ 1ാം ക്ലാസ്സിലെ കുട്ടിയുടെ ഉപബോധ മനസ്സിൽ രൂപപ്പെടുകയാണ്. ആ രീതിയിലുള്ള പാഠ്യ പദ്ധതി സമീപനം തെറ്റാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൂല്യങ്ങൾ സംക്രമിപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം പാഠ്യ സമീപനം. പക്ഷേ നിർഭാഗ്യവശാൽ പലപ്പോഴും നമ്മളുടേതായി ഉണ്ടാക്കുന്ന പാഠപുസ്തകങ്ങളിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇപ്പോൾ പുതിയ പാഠ്യ പുസ്തകങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പഴയകാലത്ത് സാംസ്കാരിക നായകരുടെ, കവികളുടെ, കഥ എഴുത്തുകാരുടെയൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ കൂടി കൊടുത്തിരുന്നു. ആയിക്കോട്ടെ, പുതിയ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പഠിക്കുന്ന കുട്ടികളുടെ തന്നെ സാഹിത്യരചനകൾ വരുന്നത് നല്ലതാണ്. പക്ഷേ അതിലൊന്നും ശരിയായ മൂല്യസംക്രമണം നടക്കുന്നില്ല എന്നുള്ളത് വലിയ ഒരു തെറ്റാണ് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ബോറടി എന്ന് പറയുന്നൊരു കാര്യം ഇല്ല. അവരുടെ കയ്യിലൊരു മൊബൈൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏത് ഭാഗത്തേക്ക് മാറി മാറി നോക്കും. പല വിജ്ഞാന ശകലങ്ങളും അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ അവർക്ക് അതല്ലാതെ കണ്ട് ചിന്തിക്കാനോ അവരുടെ ക്രിയേറ്റിവിറ്റി ഉൽപ്പാദിപ്പിക്കാനോ കഴിയുന്ന തരത്തിൽ ഒന്നുമില്ല. അതിന് വേണം ക്രിയേറ്റിവിറ്റി വരണമെങ്കിൽ എന്താണ്? വായന വേണം. അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു ദൃശ്യകലയെ കണ്ട് നമ്മൾ ആസ്വദിക്കണം. ദൃശ്യകല എന്ന് പറയുമ്പോൾ ഇന്നത്തെ പാട്ടോ ഡാൻസോ അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ക്ലാസിക്കൽ സംക്രമണം നടത്തുന്ന രീതിയിലുള്ള ഇതൊന്നും അവർ ആസ്വദിക്കുന്നില്ല. അതുകൊണ്ട് പാഠ്യ പദ്ധതി മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആ പാഠ്യപദ്ധതി മാറ്റിയെടുക്കുന്ന സമയത്ത് അധ്യാപകർക്ക് കൂടുതൽ ചുമതലകളോട് കൂടിയിട്ട് ആ ചുമതലാബോധം വർദ്ധിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല പരിശീലനം നൽകി ഒന്നുകൂടി അവരെ ചേർത്ത് പിടിക്കുന്ന തരത്തിലേക്ക് ആക്കിയെടുക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടി എൻ്റെ ശ്രദ്ധയിൽ തോന്നി, മൊബൈലുമായി ബന്ധപ്പെട്ട് തന്നെ പ്രധാനപ്പെട്ടൊരു സംഭവമായതുകൊണ്ടാണ്. ഇപ്പോഴത്തെ കോവിഡിന് ശേഷം, കോവിഡ് വരെ അധ്യാപകർ പറഞ്ഞിരുന്നത് മൊബൈൽ സ്കൂളിൽ കൊണ്ടുവന്നാൽ പിടിക്കുകയായിരുന്നു. മൊബൈൽ പിടിച്ച് രക്ഷകർത്താവ് വന്നാലേ മൊബൈൽ തിരിച്ചു കൊടുക്കുമായിരുന്നുള്ളൂ. കോവിഡ് ബാധിച്ചതോട് തുടങ്ങി നമ്മൾ ചോദിക്കുന്നു മൊബൈലുണ്ടോ എന്ന് ചോദിച്ച് ഇല്ലാത്ത കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന രീതിയിലാണ്. അക്കാലത്ത് ആ സമീപനം നടക്കുമായിരുന്നുള്ളൂ. പക്ഷേ അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പല കുട്ടികളും തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. ഒരു സ്കൂളിൽ നിന്ന് ടൂർ പോവുകയാണ്. ടൂർ പോകുന്ന സമയത്ത് അധ്യാപകർ പൊതുവായിട്ട് തീരുമാനിച്ചു കുട്ടികളെ വളരെ അച്ചടക്കത്തോടു കൂടി കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർക്ക് ആർക്കും മൊബൈൽ കൊണ്ടുവരേണ്ട, അധ്യാപകരുടെ മൊബൈലിൽ രക്ഷകർത്താക്കൾക്ക് ബന്ധപ്പെടാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി ആ സംഘം കൊണ്ടുപോയ അധ്യാപകർ വളരെയധികം ബുദ്ധിമുട്ടി. കുട്ടികൾ വളരെ അരഗൻ്റായിരുന്നു. അവർ ഫിസിക്കലി ആയിട്ടും മെൻ്റലി ആയിട്ടും അവർ വളരെ പ്രശ്നമായിരുന്നു. അവരെ കൊണ്ടുപോയി തിരിച്ചെത്തിക്കാൻ ബുദ്ധിമുട്ട്. പിറ്റേ പ്രാവശ്യം പോകുന്ന സമയത്ത് ഇവർ വേറൊരു തരത്തിൽ ആലോചിച്ച് നോക്കി. മൊബൈലിന് നിയന്ത്രണം വെച്ചില്ല. എല്ലാവർക്കും മൊബൈൽ കൊണ്ടുവരാമെന്നായി. പക്ഷേ മൊബൈൽ കൊണ്ടുവന്നതോട് കൂടിയിട്ട് അവരെല്ലാം ശാന്തരായിരുന്നു. എല്ലാവരും അവരെ ഒഴിവ് സമയങ്ങളിൽ മൊബൈൽ നോക്കിയിരുന്നു. തിരിച്ച് വരുന്ന സമയത്ത് യാതൊരു പ്രശ്നവും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലൊരു അവർക്ക് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഇത്ര ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് പറയുന്ന വലിയൊരു അവസ്ഥ അധ്യാപകർ ഞാനുമായിട്ട് പങ്കുവച്ചു. അപ്പോൾ ഇങ്ങനെയാണ് പൊതുവെയുള്ള കാര്യങ്ങൾ. നമ്മുടെ നഗരത്തിൽ തന്നെ ഒരു സ്കൂളിൽ ഒരു പ്രായമായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പോലും ഒരു കളിത്തോക്കും കൊണ്ടുവന്ന്
ആ സ്കൂളിലെ അധ്യാപകനെ വെടിവെക്കാനാണെന്നും പറഞ്ഞ് വന്ന് വെടിവെക്കുകയും ചുറ്റുപാടും വളരെ അധ്യാപകർക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും മാത്രമല്ല അപ്പോൾ തന്നെ ചാനലുകൾ ഫ്ലാഷായി വന്നുകൊണ്ട് സമൂഹത്തിൽ എത്രമാത്രം ഉത്കണ്ഠ ഉണ്ടായി വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നേരിട്ടെത്തി അന്വേഷിച്ചറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും പാഠപുസ്തക നവീകരണം മൂല്യാധിഷ്ഠിതമായിരിക്കണം എന്ന് പറയുന്ന ഒരു നിലപാടാണ് എനിക്ക് പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്. ഈ സമകാലിക വിഷയങ്ങളിൽ ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ് നമ്മൾ ഇത്തവണ ചർച്ചയ്ക്കെടുത്തത്. അത് കുട്ടികളിലെ സ്വഭാവ വൈകല്യമായിരുന്നു. അതിൽ തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ലഹരി ഉപയോഗം, കുടുംബത്തിലെ അന്തരീക്ഷം, വിദ്യാലയത്തിലെ അന്തരീക്ഷമെല്ലാം. ആദ്യം തന്നെ ഈ ലഹരി വലയുടെ കണ്ണുകൾ പൊട്ടിച്ചെറിയാൻ സാധിക്കട്ടെ, വലിയ മാറ്റങ്ങളുണ്ടാകട്ടെ. ഇതുപോലെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വാർത്തകൾ കേട്ട് ഇങ്ങനെ സംഭവിക്കുമോ എന്ന രീതിയിലുള്ള വാർത്തകൾ നമ്മുടെ നാട്ടിലും സംഭവിക്കുമ്പോൾ ഇനിയൊന്നും ആവർത്തിക്കാതിരിക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഷാജു പുതൂർ, ശ്രീമതി സ്മിത സതീഷ്, ശ്രീ സുവർദ്ധൻ, 3 പേർക്കും TCVയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നന്ദി.